ഹായ് ഓൾ, ഇന്നൊരു സൺഡേ കുക്കിംഗ് വ്ളോഗാണ്. കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല, സൺഡേയിൽ എന്താ ഉണ്ടാക്കിയെന്നുള്ള സ്പെഷ്യൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. റെസിപ്പി ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഇത് എൻ്റെ മോൻ കുറച്ച് ദിവസമായിട്ട് കൊൽക്കത്തയിൽ ഒരു സമ്മർ ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 മാസം. അവൻ +2 പഠിക്കുന്നത്. അപ്പോൾ അവന് അങ്ങനെ 1.5 മാസത്തേക്ക് കൊൽക്കത്തയിൽ പോയി വന്നതിൻ്റെ ശേഷമുള്ള ഒരു സൺഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ അവന് സ്പെഷ്യലായിട്ട് എന്ത് ഉണ്ടാക്കി കൊടുക്കണം എന്നിങ്ങനെ ആലോചിച്ചപ്പോൾ അവന് പുട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിചാരിച്ച് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പുട്ടും ചിക്കൻ കറി ഉണ്ടാക്കി. അപ്പോൾ ചിക്കൻ കറി ബാക്കി രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉച്ചത്തേക്കും രാത്രിയിലേക്ക് കാണുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാം, ഗീ റൈസില്ലേ, നെയ്ച്ചോറ് സിമ്പിൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വെച്ചിട്ട് സിമ്പിൾ ഗീ റൈസ് ഉണ്ടാക്കി. പിന്നെ എല്ലാവർക്കും ചിക്കൻ്റെ കാല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ചിക്കൻ കാലും ഒരു 4 ചിക്കൻ കാലും ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ. അപ്പോൾ അതെടുത്ത് ഫ്രൈ ചെയ്തു. പിന്നെ നല്ലൊരു തൈരിൻ്റെ സാലഡും ഉണ്ടാക്കി, അച്ചാറുണ്ടാക്കി. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾക്ക് സൺഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചിക്കൻ കറിയും ചോറുമായിരുന്നു. ചിക്കൻ കറി ചോറ് സാലഡ്, ചിക്കൻ കറി ചോറ് സാലഡ്. പക്ഷെ എപ്പോഴും അതെന്നെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ചിക്കനും ഒന്നും ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് എപ്പോഴും മീനായിരുന്നു ഇഷ്ടം. മീനോ പച്ചക്കറിയോ ഇത് തന്നെയായിരുന്നു ഇഷ്ടം. അപ്പോൾ മീനും പച്ചക്കറിയും ചോറും ആണെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചിക്കൻ കറിയും ചോറും ആണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അന്നത്തൊന്നും എനിക്ക് ചിക്കനോ ബീഫോ മട്ടനോ അങ്ങനെ ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. ചിക്കൻ ഫ്രൈ ചെയ്താൽ ഇഷ്ടമായിരുന്നു കേട്ടോ, കറി വെച്ചാൽ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പോൾ എന്ത് കിട്ടിയാലും തിന്നും എന്നുള്ള അവസ്ഥ. കാരണം നമ്മൾ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന കഷ്ടപ്പാട് നമ്മൾ അറിയുന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് പിന്നെ എല്ലാം തിന്നും. പണ്ട് അമ്മ എന്തുണ്ടാക്കി തന്നാലും കുറ്റം പറയുമായിരുന്നു. അത് വേണ്ട, അയ്യേ ഇത് രസമില്ലല്ലോ, അത് രസമില്ല, എല്ലാം രസമുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതൊക്കെ എത്ര ടേസ്റ്റായിരുന്നു എന്ന്. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. പക്ഷെ അന്ന് അറിവില്ലാത്ത പ്രായമല്ലേ, അതുകൊണ്ട് അമ്മമാരെ ക്ഷമിക്കായിരിക്കും അല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.